അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹിജ്റ 9-ാം വർഷം ഉണ്ടായ സംഭവങ്ങളിൽ തീർച്ചയായും നാം പറയേണ്ടതും കേൾക്കേണ്ടതുമായ മറ്റൊരു സംഭവമാണ് ഇന്ന് നാം പറയുന്നത്. അത് മറ്റൊന്നുമല്ല, മുനാഫിക്കീങ്ങളുടെ നേതാവായിരുന്ന, മുനാഫിക്കുകളുടെ സംഘാടകനായിരുന്ന അബ്ദുല്ലാഹിബ്നു ഉബയ്യിബ്നു സലൂലിന്റെ മരണമായിരുന്നു അത്. സത്യത്തിൽ ഇസ്ലാമിക സമൂഹത്തിന്റെ ഉള്ളിൽ കാപഢ്യം ഉണ്ടാക്കിയത്, വളർത്തിയത്, അതിനുവേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തിയത് അബ്ദുല്ലാഹിബ്നു ഉബയ്യിബ്നു സലൂൽ എന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് ഇച്ഛാഭംഗമായിരുന്നു സത്യത്തിൽ ഉണ്ടായിരുന്നത്. കാരണം മദീനയിലെ പൊതു നേതാവാകുവാൻ അദ്ദേഹം വസ്ത്രമെല്ലാം ധരിച്ച് തയ്യാറായി നിന്ന സമയത്തായിരുന്നു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തൻ്റെ ആദർശവും തൻ്റെ സമൂഹവുമെല്ലാം മദീനയിലേക്ക് വന്നത്. അതുകൊണ്ട് പിന്നെ ആരും അബ്ദുള്ളയെ പരിഗണിച്ചില്ല. അങ്ങനെ പരിഗണിക്കാൻ മാത്രമുള്ള നേതൃഗുണങ്ങളൊന്നും ഉള്ള ആളായിരുന്നില്ല അബ്ദുല്ലാഹിബ്നു ഉബയ്യിബ്നു സലൂൽ. അപ്പൊ ആയതുകൊണ്ട് സാമൂഹ്യ ചുറ്റുപാടുകൾ അതിവേഗം മദീനയിൽ മാറി മറഞ്ഞതോടുകൂടെ അബ്ദുള്ള മനസ്സിലാക്കി, ഇനി പുറത്ത് നിന്നാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. തന്നെ മുസ്ലിമീങ്ങളും മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുവായി കാണും. അപ്പോഴുള്ള സമീപനം വേറെയായിരിക്കും. മാത്രമല്ല, അവർക്കിടയിലേക്ക് കടന്നു ചെല്ലാൻ യാതൊരു വഴിയും ഉണ്ടാവുകയുമില്ല. അവർ തന്നെ അവരുടെ വഴികളിൽ നിന്നെല്ലാം അകറ്റി നിർത്തും. അതുകൊണ്ട് ഏറ്റവും നല്ലത് മുസ്ലിം ആവുകയാണ് എന്ന് കരുതി അദ്ദേഹം മുസ്ലിമായി. അങ്ങനെ മുസ്ലിം ആയതോടുകൂടി പിന്നെ അദ്ദേഹത്തിന് സമുദായത്തിന്റെ ഉള്ളിലേക്കുള്ള പ്രവേശനം കിട്ടി. അദ്ദേഹം സമുദായത്തിന്റെ ഉള്ളിൽ എല്ലാ രംഗങ്ങളിലും വരാൻ കഴിയുന്ന അർഹതയുള്ള ഒരാളായി മാറുകയും ചെയ്തു. പക്ഷേ അദ്ദേഹത്തിന്റെ ഉള്ളിൽ സത്യത്തിൽ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു, പ്രതികാര ചിന്തയുണ്ടായിരുന്നു. അത് അദ്ദേഹം എപ്പോഴും കാണിച്ചു. നമുക്കറിയാം, ബദർ യുദ്ധം വിജയിച്ചതോടുകൂടെ, ബദർ യുദ്ധം വിജയിക്കില്ല എന്ന് ഉറപ്പുണ്ടായിരുന്ന ഒരാൾ അദ്ദേഹമാണ്. പക്ഷെ അദ്ദേഹത്തെ ഞെട്ടിച്ചുകൊണ്ടെന്നോണം അറേബ്യയിലെ എല്ലാ കണക്കൂട്ടലുകളെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ബദർ യുദ്ധം വിജയിച്ചത്. ബദർ യുദ്ധം വിജയിച്ചതോടുകൂടെ അദ്ദേഹത്തിന് സ്വാസ്ഥ്യം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഉഹദ് യുദ്ധത്തിൽ അദ്ദേഹം വളരെ മോശമായൊരു നിലപാട് സ്വീകരിച്ചു. ഒന്നുമല്ല, തൻ്റെ ജനതയോടൊപ്പം യുദ്ധത്തിനിറങ്ങി ഞങ്ങളുണ്ട് എന്ന അർത്ഥത്തിൽ. എന്നിട്ട് യുദ്ധക്കളത്തിൽ എത്തിയപ്പോൾ കാല് മാറുകയും പിൻവാങ്ങുകയും ചെയ്തു. അതേപോലെ തന്നെ തൊട്ടടുത്ത വർഷം നടന്ന ബനു ഖുറൈള സംഭവത്തിൽ, ബനു ഖുറൈളയിൽ ബനു കൈനുക്കായുടെ കാര്യമാണ് ആദ്യം ഉണ്ടായത്. ബനു കൈനുക്കായിനെ വളരെ ഗുരുതരമായ കാരണങ്ങളുടെ പേരിൽ മദീനയിൽ നിന്ന് പുറത്താക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തീരുമാനിച്ചപ്പോൾ അവർക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ വേണ്ടി വന്ന ആളായിരുന്നു അബ്ദുല്ലാഹിബ്നു ഉബയ്യ് സലൂൽ. തൊട്ടടുത്ത വർഷത്തിലാണ് ബനു നളീർ സംഭവം ഉണ്ടായത്. ബനു നളീർ സംഭവത്തിൽ മുഹമ്മദേ, ഇത് എൻ്റെ ആൾക്കാരാണ്, എൻ്റെ ആൾക്കാരുടെ കാര്യത്തിൽ ഗുരുതരമായ തീരുമാനങ്ങൾ ഒന്നും എടുക്കരുത് എന്ന് നബിയോട് വളരെ ഗൗരവമായി പറഞ്ഞ ആളായിരുന്നു, ആവശ്യപ്പെട്ട ആളായിരുന്നു അബ്ദുള്ള ബിൻ ഉബയ്യിബ്നു സലൂൽ. നോക്കൂ, ഓരോ രംഗങ്ങളിലും അദ്ദേഹം ഉണ്ടായിരുന്നു എന്നർത്ഥം. ബനു മുസ്തലഖ് യുദ്ധത്തിൽ നമ്മളെല്ലാവരും അറിയും, അബ്ദുല്ലാഹിബ്നു ഉബയ്യിബ്നു സലൂൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ ചെറുതായിരുന്നില്ല. മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ വ്യക്തിത്വത്തെയാണ് സംശയത്തിന്റെ നിഴലിലേക്ക് അബ്ദുള്ള എടുത്തു വലിച്ചെറിഞ്ഞത്. ഹസ്രത്ത് ഉമ്മുന ആയിഷ ബീവി റളിയല്ലാഹു അൻഹാക്കെതിരെ ദുരാരോപണം, വ്യഭിചാര ആരോപണം അബ്ദുള്ള തന്റെ കൂട്ടാളികളെ കൊണ്ട് പ്രചരിപ്പിക്കുകയായിരുന്നു. പിന്നെ ഏറ്റവും അവസാനം ഹിജ്റ 9 നമ്മൾ നേരത്തെ പറഞ്ഞ മസ്ജിദുൽ നിറാർ, അതിന്റെ നിർമ്മാണം, അതിന്റെ ബുദ്ധി കേന്ദ്രവും ഇതേ അബ്ദുല്ലാഹിബ്നു ഉബയ്യിബ്നു സലൂലായിരുന്നു. അത് തകർക്കപ്പെടുക കൂടി ചെയ്തു എന്ന് അദ്ദേഹം അറിഞ്ഞപ്പോ, അനുഭവപ്പെട്ടപ്പോ അദ്ദേഹത്തിന് വല്ലാത്ത മോഹഭംഗമുണ്ടായി. പക്ഷെ അപ്പോഴേക്കും അദ്ദേഹം ക്ഷയിച്ചു കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിന് രോഗം ഉണ്ടായി കഴിഞ്ഞിരുന്നു. അദ്ദേഹം രോഗിയായി കിടപ്പിലായപ്പോ പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപനം വേറിട്ട മറ്റൊന്നായിരുന്നു. നബി രോഗിയായി കിടക്കുന്ന അബ്ദുല്ലാഹിബ്നു ഉബയ്യിബ്നു സലൂലിനെ സന്ദർശിക്കാൻ പോവുകയുണ്ടായി.
പ്രമുഖ സഹാബിവര്യന്മാർക്കാർക്കും അതിനോട് യോജിപ്പുണ്ടായിരുന്നില്ല. കാരണം എല്ലാ മറയും നീക്കി പുറത്ത് എന്ന അർത്ഥത്തിൽ തന്നെ ഇസ്ലാമിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തിച്ച ആളായിരുന്നു ഉബയ്യ് ഇബ്നു സലൂൽ. അത് ഒരു രഹസ്യമായിരുന്നില്ല, മദീനയിലെ ഒരു പരസ്യമായിരുന്നു അത്. എന്നിട്ടും നബി പോയി. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലപ്പോഴും ഇപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാക്കെതിരെ ഉണ്ടായ അപവാദത്തിന്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ ഞങ്ങൾ മദീനയിൽ ചെല്ലട്ടെ എന്നിട്ട് നിന്ദ്യന്മാരായ നിങ്ങളെയെല്ലാം അവിടെ നിന്ന് നാട്ടിയിറക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചതിന്റെ പേരിലൊക്കെ ഉണ്ടായ സാഹചര്യങ്ങൾ അറിയാം. ആ സമയത്തൊക്കെ അബ്ദുല്ലാഹി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സ്വന്തം മകൻ അബ്ദുള്ള നബിയുടെ മുമ്പിൽ വന്നതാണ്, നബിയെ ഞാൻ പിതാവിനെ കൊന്ന് തലയുമായി അങ്ങയുടെ മുമ്പിലേക്ക് വരട്ടെ എന്ന്. പക്ഷെ നബി അതിനനുവദിച്ചില്ല, ആരെയും കൊല്ലാൻ അനുവദിച്ചില്ല. നബിക്കത് നിഷ്പ്രയാസം കഴിയുമായിരുന്നു. അങ്ങനെ നബി പറഞ്ഞാൽ, താല്പര്യപ്പെട്ടാൽ അത് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇസ്ലാമിക സമൂഹത്തിൽ. പക്ഷെ നബി അത് അനുവദിച്ചില്ല. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചപ്പോ നബി തന്നെ പറഞ്ഞ മറുപടി വളരെ ബുദ്ധിപരമായ ഒരു മറുപടിയായിരുന്നു. നബി പറഞ്ഞു, അബ്ദുല്ലാ ബിൻ ഉബയ്യ് ഇബ്നു സലൂലിനെ എന്തെങ്കിലും കാരണത്തിന്റെ പേരിൽ നമ്മൾ വധിച്ചു കളഞ്ഞാൽ ആൾക്കാർ പറയും മുഹമ്മദിന്റെ പാളയത്തിൽ പടയാരംഭിച്ചു എന്ന്, നമ്മുടെ ഇടയിൽ ആഭ്യന്തര യുദ്ധം ആരംഭിച്ചു, മുഹമ്മദ് സ്വന്തം അനുയായികൾക്കെതിരെ വാളെടുക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ദുർവ്യാഖ്യാനങ്ങൾ നടത്താൻ ശ്രമിക്കും. ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ തീരുമാനങ്ങളിലേക്ക് പോകാത്തത് എന്ന് പറയുകയുണ്ടായി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണാൻ ചെന്നപ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ, സത്യത്തിൽ അയാൾക്ക് ഇതെല്ലാം അറിയാമല്ലോ, അയാൾ അഭിനയിക്കുകയാണല്ലോ, അയാള് നബിയോട് ഒരു ചോദ്യം ചോദിച്ചു. നബിയെ, എന്റെ കഫംപുടയായി തീരാൻ വേണ്ടി അങ്ങയുടെ ഒരു കുപ്പായം എനിക്ക് തരുമോ എന്നായിരുന്നു ചോദ്യം. അദ്ദേഹത്തിന് ഉത്തമ വിശ്വാസം ഉണ്ടായിരുന്നു, നബിയോട് എന്ത് ചോദിച്ചാലും നബി തരും, അത് ഉറപ്പായിരുന്നു. പിന്നെ വേറെ ഒരു കാര്യം കൂടിയുണ്ട്, തനിക്കൊരു കഫംപുട ഉണ്ടാവുക എന്ന ഉദ്ദേശം മാത്രമായിരുന്നില്ല, ഒരുപക്ഷെ മാത്രമായിരിക്കാൻ സാധ്യതയില്ല അബ്ദുല്ലാ ബിൻ ഉബയ്യ് ഇബ്നു സലൂലിന്റെ കാര്യത്തിൽ. കാരണം ഒരുപക്ഷെ പിൽക്കാലത്ത് തന്റെ കുടുംബത്തോടോ തന്റെ മക്കളോടോ മുസ്ലിമീങ്ങളോ മുഹമ്മദ് നബിയോ ഒരു വിരോധം കാണിക്കാതിരിക്കാൻ വേണ്ടി കൂടിയുള്ള ഒരു മുൻകൂട്ടി എറിയലായിരിക്കാം അത്. ഏതായിരുന്നാലും അബ്ദുല്ലാ ബിൻ ഉബയ്യ് ഇബ്നു സലൂൽ മരണപ്പെട്ടപ്പോ മകൻ അബ്ദുള്ള നബിയുടെ അടുക്കിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, നബിയെ, അങ്ങ് പിതാവിന് തരാമെന്ന് പറഞ്ഞിരുന്ന കുപ്പായം തരണം, പിതാവിനെ കഫൻ ചെയ്യാൻ വേണ്ടിയാണ്. എന്റെ പിതാവിന് അത്രയെങ്കിലും ആശ്വാസമായാലോ. മാത്രമല്ല നബിയെ, അങ്ങ് പിതാവിന് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുകയും വേണം, മാത്രമല്ല അങ്ങ് നിസ്കരിക്കുകയും വേണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനൊക്കെ തയ്യാറായി നിറഞ്ഞ മനസ്സോടെ. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചാടി വീണു. നബി അങ്ങനെ ചെയ്യുകയാണോ ചോദിച്ചു. നബി പറഞ്ഞു, ഉമർ, എന്നെ അള്ളാഹു വ്യക്തമായി വിലക്കിയിട്ടില്ല ഇതൊന്നും ചെയ്യാൻ. വിലക്കാത്ത കാലത്തോളം ഞാൻ ചെയ്യും, അതെന്റെ പ്രതീക്ഷയാണ്. ഒരുപക്ഷെ ഈ ദാസന് അങ്ങനെ ഒരു മോചനം ഉണ്ടായാലോ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ നിലപാടിനോടായിരുന്നില്ല അള്ളാഹുവിന്റെ യോജിപ്പ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉമർ റളിയല്ലാഹുവിന്റെ പക്ഷത്തായിരുന്നു. അള്ളാഹു അങ്ങനെ തന്നെ ആയത്ത് അവതരിപ്പിക്കുകയും ചെയ്തു. വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദ വലാ തഖും അലാ ഖബരിഹി. അല്ലാഹു നബിയെ, താങ്കൾ അവരിൽ നിന്ന് മരണപ്പെടുന്ന ഒരാൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കരുത്, അവരുടെ ഖബറിൽ നിൽക്കുകയും ചെയ്യരുത് എന്ന് സൂറത്തു തൗബയുടെ 84-ാമത്തെ സൂക്തത്തിലൂടെ അറിയിച്ചു. അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലിന്റെ മരണത്തോടെ മുനാഫിക്കുകൾ നാമാവശേഷമായി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.